Welcome back to your online class. Last class we have been discussing the arrival of Gandhi to Indian politics. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ വരവിനെ കുറിച്ചാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം വന്ന സമയത്തെക്കുറിച്ച്. ആ സമയത്ത് എന്തൊക്കെയായിരുന്നു പ്രോബ്ലംസ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ പീപ്പിൾ ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ്. ആ സമയത്ത് ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും അതിലേക്ക് ഏതൊരു രീതിയിലാണ് എന്തെല്ലാം കാര്യങ്ങളുമായിട്ടാണ് മഹാത്മാഗാന്ധി വന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. ലെറ്റ്സ് കണ്ടിന്യൂ ഫ്രം ദ ടെക്സ്റ്റ്. Let's continue from page number 41, last paragraph. There was the psychological reaction also, a feeling of shame at our long submission to an alien rule that had degraded and humiliated us, and a desire to submit no longer, whatever the consequences might be. അപ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന മാറ്റങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് മാനസികമായി ആളുകൾക്ക് മാറാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഗാന്ധി ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇത്രയും കാലം ഒരു വിദേശ ശക്തികളുടെ അലൈൻ റൂൾ, അതായത് പുറത്തുനിന്ന് വന്ന ആളുകളുടെ ഭരണത്തിന് കീഴിലാണല്ലോ, ഭരണത്തിന് താഴെയാണല്ലോ നമ്മൾ നിന്നിരുന്നത് എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് ഷെയിം ഫീൽ ചെയ്യാനൊക്കെ തുടങ്ങി. അതായത് മോശം ഫീലിംഗ്, അതായത് ഇത്രയും കാലം ഇങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ ജീവിച്ചത് എന്നുള്ള ഒരു ഹ്യൂമിലിയേഷനൊക്കെ, ഒരു ലജ്ജയൊക്കെ തോന്നി. അതായത് മോശമായിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെ വന്നു. ആൻഡ് ഡിസൈർ ടു സബ്മിറ്റ് നോ ലോങ്ങർ, അതായത് ഇനി അങ്ങനെ ആവാൻ പറ്റില്ല, അതായത് ഇനിയും വിദേശ ശക്തികൾ നമ്മളെ റൂൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ, എന്നൊരു തീരുമാനമൊക്കെ അവരുടെ മാനസികമായിട്ട് അവർ തയ്യാറെടുത്തു. വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി, അതായത് ഇനി എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, ഇനി ഒരിക്കലും ഈ വിദേശ ശക്തികൾക്ക് കീഴിൽ നമ്മൾ ജീവിക്കാൻ പറ്റില്ല, അവർ പറയുന്നത് കേട്ട് ഇനിയും ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു. We did not grow much more truthful perhaps than we had been previously, but Gandhi was always there as a symbol of uncompromising truth to pull us up and shame us into truth. നമ്മൾ അത്ര വലിയ തീരുമാനം എടുത്തിട്ട് അതല്ലെങ്കിൽ അത്രയും വലിയ തീരുമാനം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു മാനസിക സിറ്റുവേഷനിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഗാന്ധിജി എന്ത് ചെയ്തു, അത്രയും പ്രൊമോട്ട് ചെയ്തു ആളുകളെ, നമുക്ക് ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ല എന്നും, അതായത് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു രീതിയിൽ നല്ലൊരു പ്രൊമോഷനൊക്കെ ഗാന്ധി എന്ത് ചെയ്തു, ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. The next paragraph. What is truth? I do not know for certain, and perhaps our truths are relative and absolute truth is beyond us. Different persons may and do take different views of truth, and each individual is powerfully influenced by his own background, training and impulses. ഇപ്പോൾ ഗാന്ധി നമ്മളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂത്ത്ഫുൾനെസ് ആയിരുന്നു. അതായത് സത്യം മാത്രം പറയുക, സത്യമുള്ളവരാവുക എന്നുള്ളതായിരുന്നു നമ്മളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇറ്റ് മേ വാരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ അത് സത്യം മാറിക്കൊണ്ടിരിക്കും. ഒരാൾ പറയുന്നതാവില്ല മറ്റൊരാൾക്ക് സത്യം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റീവ് എന്ന് പറയുന്നുണ്ട്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമാണ്, അതായത് മാറിക്കൊണ്ടിരിക്കും, റിലേറ്റീവ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് അത്. അപ്പോൾ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് നമ്മൾക്ക് അതീതമാണ്. നമ്മൾ വിചാരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമാവണമെന്നില്ല. ഒരാളുടെ കുടുംബ പശ്ചാത്തലം ഓരോരുത്തർക്കും വ്യത്യസ്തമാവും. ചില ആളുടെ ബാക്ക്ഗ്രൗണ്ട്, ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ്, അയാൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അയാളുടെ ഇമ്പൾസ്, അയാളുടെ മനോഭാവം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താവും, സത്യത്തെ ഫോളോ ചെയ്തിരിക്കുന്നുണ്ട്. അതായത് ഒരാൾ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അയാളുടെ സത്യം എന്ന് പറയുന്നത് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ് പറയുന്നത്. സോ ആൾസോ ഗാന്ധി, ബട്ട് ട്രൂത്ത് ഈസ് അറ്റ് ലീസ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോ to be true. According to this definition, I do not know of any person who holds to the truth as Gandhi does.
അതായിരുന്നു ജവഹർലാൽ നെഹ്റു മനസ്സിലാക്കിയ സത്യം എന്ന് പറയുന്നത്. ഇനി ഗാന്ധിയുടെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ, അതായത് ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ വ്യക്തി മനസ്സിലാക്കുന്നതിന് സത്യം എന്താണോ അതാണ് സത്യം എന്നാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് ഗാന്ധിയെപ്പോലെ സത്യം മാത്രം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്നാണ് ജവഹർലാൽ നെഹ്റു ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ, ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ് ആൻഡ് ഈവൻ ലെറ്റ്സ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്. ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരന് ഉണ്ടാവാൻ പറ്റുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ, പൊളിറ്റീഷ്യൻസ്, സത്യം പറയുന്ന പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും നമ്പേഴ്സിൽ. അതായത് ഏറ്റവും കുറച്ച് ആളുകളെ, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം, സത്യം മാത്രം പറയുന്ന പ്രവർത്തിക്കുന്ന പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഗാന്ധി എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ അതല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്ററിന് സത്യം മാത്രം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചറസ് ക്വാളിറ്റി ആണെന്നാണ് പറയുന്നത്. അദ്ദേഹം എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത്, തൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് മാത്രമാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ സത്യം മാത്രമാണ് പബ്ലിക്കിനോട് പറയുന്നത്. അതിൻ്റെ ഫേസസ്, അതായത് ആ സത്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് മനസ്സിലൊന്ന് വെച്ചിട്ട് മറ്റൊന്ന് പ്രവർത്തിക്കുക, മനസ്സിൽ വേറൊരു കാര്യം വിചാരിക്കുക, അങ്ങനെ ഒരു രീതി അദ്ദേഹം ഫോളോ ചെയ്തിരുന്നില്ല. Gandhi influenced millions of people in India in varying degrees. Some changed their whole texture for their lives, others were only partly affected or the effect wore off, and yet not quite. For some part of it could not be wholly shaken off. Different people reacted differently, and each will give his own answer to this question. ഇന്ത്യയിലെ ഒരുപാട് ജനങ്ങളെ വ്യത്യസ്തമായ രീതികളിൽ ഗാന്ധിജി സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോ ആളുകളെയും വ്യത്യസ്തമായ രീതിയിലാണ് സ്വാധീനിച്ചിട്ടുള്ളത്. ചില ആളുകൾ എന്തായി ഒരുപാട് മാറ്റം മുഴുവനായി മാറാൻ ഗാന്ധി സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗാന്ധിയുടെ വാക്കുകൾ കേട്ടിട്ട് മുഴുവനായിട്ടും മാറാൻ ചില ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഭാഗികമായിട്ട് പാർഷ്യലിയാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ചില ആളുകൾ അവരുടെ ചില കാര്യങ്ങളിൽ മാത്രം ഗാന്ധിയൻ പോളിസി ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. വ്യത്യസ്തരായ ആളുകൾ വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. മാറ്റത്തിനെ കുറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അതായത് ഓരോ ആളുകളും അവർക്ക് കഴിയുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. ഈ മാറ്റം ചേഞ്ച് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ആംഗിളിലാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസാണ് ചേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്നത്. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് twofold. There was, of course, the action involved in challenging and resisting foreign rule. There was also the action which led us to fight against our own social evils. Apart from the fundamental objectives of the Congress, the freedom of India and the method of peaceful action, the principal planks of the Congress were national unity, which involved the solution of the minority problems and the rising of the depressed classes and the ending of the curse of untouchability. ദ ആക്ഷൻ ഓഫ് ഗാന്ധി വാസ് twofold. ഗാന്ധിയുടെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് തരത്തിലായിരുന്നു ഗാന്ധിയുടെ ആക്ഷൻ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സമയം ദർ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ് ഇൻ ചലഞ്ചിങ് ദ റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. അതായത് ഒരു ഫോൾഡ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തലത്തിലുള്ള ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന വിദേശ റൂളിങ്, അതായത് ഫോറിൻ റൂൾ, വിദേശ ശക്തികൾ ഇപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭരണം മാറ്റിക്കൊണ്ടുവരാനുള്ള ആക്ഷനായിരുന്നു ഒരു തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ദർ വാസ് ഓൾസോ ആക്ഷൻ വിച്ച് ലെഡ് us to fight against our own social evils. അതേസമയം ഇന്ത്യയിൽ നിലനിന്നിരുന്ന സോഷ്യൽ ഈവിൾസ് ഉണ്ട്. സോഷ്യൽ ഈവിൾസ് മീൻസ് സാമൂഹിക തിന്മകൾ, അതായത് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളും സതി പോലെയുള്ള, ചൈൽഡ് മാരേജ് പോലെയുള്ള, അൺടച്ചബിലിറ്റി പോലെയുള്ള ഒരുപാട് സോഷ്യൽ ഈവിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയും പോരാടണം. അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള ആക്ഷനായിരുന്നു. ഒന്നാമത്തേത് റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ ടു ഫോൾഡിൽ ഫസ്റ്റ് ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെസിസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഫോറിൻ റൂൾ, അതായത് നിലനിൽക്കുന്ന വിദേശ ശക്തികൾ നമ്മൾ ഭരിക്കുന്നുണ്ട്, അത് റെസിസ്റ്റ് ചെയ്യണം, അതിനെ പ്രതിരോധിക്കണം. അതേസമയം ഇന്ത്യയിലെ ആളുകളുടെ ഇടയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു
സോഷ്യൽ ഈവിൾസ് ഉണ്ട്, അതിനെതിരെ വേണം പോരാടാൻ. അപ്പോൾ രണ്ട് പോരാട്ടങ്ങളും ആവശ്യമായിട്ട് വന്നു. എപ്പാർട്ട് ഫ്രം ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺഗ്രസ്, ദ ഫ്രീഡം ഓഫ് ഇന്ത്യ ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, ദ പ്രിൻസിപ്പൽ പ്ലാൻസ് ഓഫ് ദി കോൺഗ്രസ് വർ നാഷണൽ യൂണിറ്റി വിച്ച് ഇൻവോൾവ് ഇൻ സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലംസ് ആൻഡ് റൈസിംഗ് ഓഫ് ദി ഡിപ്രസ്ഡ് ക്ലാസസ് ആൻഡ് ദ എൻഡിങ് ഓഫ് ദി കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി. കോൺഗ്രസിൻ്റെ ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സമാധാനത്തിലൂടെയുള്ള സ്വാതന്ത്ര്യം, പീസ്ഫുൾ ഏണിംഗ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് സമാധാനത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക. അതുപോലെ തന്നെ നാഷണൽ യൂണിറ്റി, അതായത് രാജ്യത്തിൻ്റെ ഐക്യം, അതായത് എല്ലാ ആളുകളും ഒരു രാജ്യത്തിന് കീഴിൽ വരുന്ന ആളുകളാണ് എന്നും പരസ്പരം ഭിന്നിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഐഡിയാസ്. ദെൻ നെക്സ്റ്റ് വൺ വാസ് മൈനോറിറ്റി പ്രോബ്ലംസ്, അതായത് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നപരിഹാരം, അതായത് ജനസാന്ദ്രത അല്ലെങ്കിൽ ജനങ്ങളുടെ പോപ്പുലേഷനിൽ വളരെ കുറച്ച് വരുന്ന മൈനോറിറ്റി ടീംസ് ഉണ്ടാവും, അവരുടെ പ്രോബ്ലംസ്. ആൻഡ് ദ റൈസിംഗ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസസ്, അതേസമയം അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, അതായത് ഒരുപാട് കാസ്റ്റിനെയും അതുപോലെ തന്നെ ചില വിഭാഗങ്ങളെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അടിച്ചമർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പും അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയുടെ അവസാനം, അൺടച്ചബിലിറ്റി മീൻസ് തൊട്ടുകൂടായ്മ, പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെയൊക്കെ അവസാനം ഒക്കെയാണ് കോൺഗ്രസ് സ്വപ്നം കണ്ടിരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഐഡിയൽ ദി ഫ്രീഡം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത്. റിയലൈസിംഗ് ദ മെയിൻ പ്രോപ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ വർ ഫിയർ, പ്രസ്റ്റീജ്, ദ കോർപ്പറേഷൻ ഓഫ് ദി പീപ്പിൾ ആൻഡ് സർട്ടൻ ക്ലാസസ് ഹൂസ് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വർ സെൻറ്റേർഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ. ഗാന്ധി അറ്റാക്ക്ഡ് ദീസ് ഫൗണ്ടേഷൻസ്. ദ മെയിൻ സപ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ വർ ഫിയർ, അതായത് ബ്രിട്ടീഷ് റൂൾ സപ്പോർട്ട് ചെയ്തിരുന്നത് ആളുകൾ, ഇന്ത്യയിലെ ജനങ്ങൾ ബ്രിട്ടീഷ് റൂൾ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഫിയർ ആൻഡ് പ്രസ്റ്റീജ്, അതായത് ആളുകൾക്ക് അവരുടെ മിലിറ്റൻസിനെയും അതുപോലെ തന്നെ ഒഫീഷ്യൽസിനെയും ഉള്ള പേടി, എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ജയിലിലടക്കും എന്നുള്ളൊരു പേടി. അതുപോലെ തന്നെ പ്രസ്റ്റീജ്, ഈ ബ്രിട്ടീഷ് റൂള് ചില ആളുകൾക്ക് നൽകിയിട്ടുള്ള പല പദവികളുണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദവികളായിരിക്കും. ആ പദവികൾ ഉപേക്ഷിക്കാനുള്ള മടിയൊക്കെ ആയിരുന്നു ബ്രിട്ടീഷ് റൂളിൻ്റെ മെയിനായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ദ കോർപ്പറേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് സെർട്ടൻ ക്ലാസസ് ഹൂസ് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വർ സെൻറ്റേർഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ. ചില ആളുകൾക്ക് ബ്രിട്ടീഷ് റൂളിനോടായിരുന്നു താല്പര്യം, അവർ ഭരിക്കുന്ന സമയത്ത് ഇവർക്ക് കിട്ടിയിട്ടുള്ള ചില അധികാരങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെയായിരുന്നു ബ്രിട്ടീഷ് റൂളിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. He asked the title holders to give up their titles. Only a few responded. അപ്പോൾ ഗാന്ധി എന്താണ് ആവശ്യപ്പെട്ടത്? അവരോട് ആ ടൈറ്റിൽസ്, ആ പേരുകേട്ട പദവികൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധി ആവശ്യപ്പെട്ടു. അപ്പോൾ പലരും അത് അക്സെപ്റ്റ് ചെയ്തു. റെസ്പോണ്ടഡ് ടു ദിസ് ഓൺലി എ സ്മോൾ മെഷർ. കുറച്ച് ആളുകളൊക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്തു. ദ പോപ്പുലർ റെസ്പെക്ട് ഫോർ ദ ബ്രിട്ടീഷ് റൂൾ ഗിവൻ ടൈറ്റിൽസ് ഡിസപ്പിയർഡ്. അപ്പോൾ അത് ചില ആളുകൾ ഉപേക്ഷിച്ചതോട് കൂടിയിട്ട് ഈ ബ്രിട്ടീഷ് കൊടുത്തിട്ടുള്ള ഈ ചില പദവികളുണ്ടല്ലോ, അതിനോടുള്ള ഒരു റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് നഷ്ടപ്പെട്ടു. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വെർ സെറ്റ് അപ്പ് ആൻഡ് ദ പോംപ് ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ദി വൈസ്രെഗൽ കോർട്ട് ആൻഡ് ദ പ്രിൻസസ് suddenly appeared supremely ridiculous. പുതിയ സ്റ്റാൻഡേർഡ്സ്, അതായത് ആളുകൾ ഈ ഒരു പോംപ് ആൻഡ് സ്പ്ലെൻഡർ എന്ന് പറയുന്നുണ്ട്, അതായത് അവരുടെ ധനവും അവരുടെ ആ ഒരു പ്രൗഢിയൊക്കെ എടുത്തു കാണിക്കുന്നതിൽ ആളുകൾ മടി കാണിച്ചു തുടങ്ങി. അതായത് അത് വലിയൊരു കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിൽ ആളുകൾ സ്വീകരിച്ചു തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ തന്നെ ഈ വൈസ്രെഗൽ കോർട്ടിൻ്റെ, വൈസ്രോയുടെ കൊട്ടാരത്തിലെ പ്രൗഢികളും പദവികളൊക്കെ കാണിക്കുന്നത് ആളുകൾക്ക് ഒരു എന്താ പറയുക, ആളുകൾ റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ, ഒരു തരം പരിഹസിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. Rich men were not so anxious to flaunt their riches. Outwardly, at least, many of them adopted simpler ways, and in their dress became almost distinguishable from humbler folk. അപ്പോൾ ആളുകൾ അവരുടെ കയ്യിലുള്ള ധനവും അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിങ്ങിലൊക്കെ അവർ ഒരുപാട് അലങ്കാരങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഗാന്ധിയുടെ ഇൻഫ്ലുവൻസ് വന്നതോട് കൂടിയിട്ട് ആളുകൾ അവരുടെ കയ്യിലുള്ള ധനം കാണിക്കുന്നത് അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിലൊക്കെ അത് എടുത്തു കാണിക്കുന്നത് നിർത്താൻ തുടങ്ങി. ആളുകളൊക്കെ ഒരുപോലെ, അതായത് പാവപ്പെട്ടവനും ധനമുള്ളവനും ഒരുപോലെ ഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് ആളുകൾ മാറി.
ആൻഡ് ബിക്കെയിം ഓൾമോസ്റ്റ് ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഹംബിൾ ഫോക്ക്. അതായത് സാധാരണക്കാരിൽ നിന്നും ധനികരായ ആളുകളെ വേർതിരിച്ച് കാണിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു. അതായത് രണ്ടുപേരും ഡ്രസ്സ് ചെയ്യുന്നത്, രണ്ട് ടീമും ഡ്രസ്സ് ചെയ്യുന്നത് ഒരുപോലെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ബാലൻസ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബി ഹാപ്പി, ബി സേഫ്, ബൈ.